എനിക്ക് പേഴ്സണലി പിന്നീട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടം മാസ്റ്ററാണ്. അപ്പോൾ മാസ്റ്റർ കാണുമ്പോൾ എന്താ പറയുക, മറ്റേ ആ കൺവെൻഷൻസ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം തന്നെ എന്നോട് പറയായിരുന്നു, ആ കൺവെൻഷനെ ബ്രേക്ക് ചെയ്യാണ് അവിടെ. അതായത് എന്താണ്, വളരെ ആൽക്കഹോളിക് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഒരിക്കലും റോൾ മോഡൽ ആക്കാൻ പറ്റാത്ത ഒരു നായകനായിട്ട് വിജയും, എന്നാൽ ഇതൊന്നും ഉപയോഗിക്കാത്ത ടീറ്റോട്ടറായിട്ടുള്ള ഒരു വളരെ മിടുക്കനായിട്ടുള്ള വില്ലനുമായിട്ട് വിജയ് സേതുപതിനെ കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഗെയിൻ അവിടെ ലേയേഴ്സ്, അദ്ദേഹം ഞാൻ പറഞ്ഞു റീസെൻ്റ്ലി വന്ന പടങ്ങളായതുകൊണ്ട് തന്നെ അതിനകത്തെല്ലാം ഒരു എനിക്ക് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ. അതായത് ഒരു ആസ്പെക്ട് ഞാൻ ഉദ്ദേശം വെച്ചാൽ, ഇപ്പം എന്തുകൊണ്ട് വിജയ് സേതുപതി അങ്ങനെ ഒരു നല്ല വില്ലനാവുന്നു, അദ്ദേഹത്തിന് ആ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ വിജയുടെ കാര്യത്തെക്കുറിച്ചിട്ട് ഒരുപാട് അങ്ങനെ പറഞ്ഞ ഒരു മിസ്റ്ററി ഷൗഡഡ് ആയിട്ടുള്ള രീതിയിൽ നിർത്തുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ബട്ട് അവിടെ വരുന്ന മെസ്സേജ്, അതായത് പറഞ്ഞ ഈ പറഞ്ഞ സോക്കോൾഡ് കുട്ടി കുറ്റവാളികൾ എന്ന് നമ്മൾ പണ്ട് നേരത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയം വളരെ മനോഹരമായ രീതിയാണ്. അവർക്കൊരു നമ്മളെപ്പോഴും പറയും പ്രൊബേഷൻ എന്നൊക്കെ ഒരു കോൺസെപ്റ്റ് പറയാറുണ്ട്. അതായത് ഒരു ചെറിയ തെറ്റൊക്കെ ആണെങ്കിൽ നമ്മളത് റെക്കോർഡിൽ കീപ്പ് ചെയ്യാൻ പാടില്ല. കാരണം അത് അവർക്ക് ഭാവിയിലോട്ട് പോകുമ്പോൾ ഒരു ലേബൽ കോൺസെപ്റ്റ് പോലെ കുട്ടി കുറ്റവാളി എന്നൊക്കെ ഉള്ള വാക്കുകൾ ഉപയോഗിക്കരുത് നമ്മൾ പറയാറുണ്ട്. ചൈൽഡ് കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ കറക്റ്റ് ആയിട്ടുള്ള ടെർമിനോളജി പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വലിയ വിഷയത്തിനെയൊക്കെ വളരെ സാധാരണക്കാരന് പോലും ഒരു വഴി കണക്റ്റ് ആവുന്നില്ല, മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ആ പടത്തിൽ കാണിച്ചപ്പോൾ ഓണസ്റ്റ്ലി അത് ഭയങ്കരമായിട്ട് എനിക്ക് റെസണേറ്റ് ചെയ്തൊരു പടമാണ് മാസ്റ്റർ എന്നുള്ള പടം.